അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. ഈ ആത്മീയത എന്ന് പറയുന്നത് ഇതാണ്. സ്വന്തം ഉമ്മയെ, സ്വന്തം വാപ്പയെ, അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ നിങ്ങളെ ചീത്ത പറഞ്ഞത്. അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ച പല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അവർ നിങ്ങളോട് പല കാര്യങ്ങളിലും വേണ്ട എന്ന് നിങ്ങളെ വിലക്കുന്നത്. കാരണം ടെക്നോളജി ഞങ്ങൾ കാണാത്ത ഒരു കാര്യമാണ്. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഈ ടെക്നോളജി എന്ന് പറയുന്ന ഒരു സംഭവമില്ല. ഇന്റർനെറ്റ് പോലും ഇല്ല. ഞാൻ മൊബൈൽ ഫോൺ ആദ്യമായി തൊടുന്നത് ഗൾഫിലെ എനിക്ക് 30ാമത്തെ വയസ്സിലാണ്. ആ സമയത്ത് നിങ്ങൾ ജനിച്ചു വീഴുന്നത് തന്നെ ടെക്നോളജിയിലാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം ഇതൊരു പുതിയ സംഭവമല്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം ഇത് പുതിയ സംഭവമാണ്. അത് വന്നിട്ടുണ്ടായ പ്രശ്നങ്ങൾ നമുക്കറിയാം. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വിഷയം അതല്ലാത്തത് കൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ അത് എങ്ങനെ ആത്മാർത്ഥതയോടെ, ക്രെഡിബിലിറ്റി എന്ന് പറയും, വിശ്വാസതയോടെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് അറിയണം. ചെയ്യണ്ട എന്ന് പറയാൻ ഞാൻ ആളല്ല. അത് ഞാൻ പറഞ്ഞത് ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. ആസ്വദിക്കണം. ഈ ടെക്നോളജി ഒക്കെ നിങ്ങൾ ആസ്വദിക്കണം. ഇന്റർനെറ്റ് വേണം, ഫേസ്ബുക്ക് വേണം, ഇൻസ്റ്റാഗ്രാം വേണം, വാട്സപ്പ് വേണം, എല്ലാം വേണം. പക്ഷെ അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്, ആ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കണം. അത് നിങ്ങളുടെ മാതാപിതാക്കളുമായി നിങ്ങൾ ഷെയർ ചെയ്യും. തെറ്റായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനു പേടിക്കണം? ശരിയല്ലേ? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങളുടെ രക്ഷിതാക്കൾ കാണരുത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അതിൽ എന്തോ തെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ബി ഓപ്പൺ. അപ്പൊ ശാരീരികമായും മാനസികമായും ആത്മീയപരമായിട്ട് മനസ്സിലായോ നിങ്ങളെ പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത്. ഇനി പഠനത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഫൈനൽ എക്സാം കഴിഞ്ഞോ? അതോ മിക്സ്ഡ് ആയിട്ടുള്ള കുട്ടികളാണ്. 9ാം ക്ലാസ്സിലെ കുട്ടികളില്ലേ? നിങ്ങൾ 10ാം ക്ലാസ് തുടങ്ങി അല്ലെങ്കിൽ നിങ്ങളുടെ 9ന്റെ എക്സാം കഴിഞ്ഞോ? എക്സാം ഉണ്ടോ? നിങ്ങൾക്ക് 9ലെ എക്സാം ഇല്ല. അപ്പൊ നിങ്ങൾ 10ലേക്കാണ് പോവാ അല്ലേ? സാരമില്ല. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലെ സിറ്റുവേഷൻസ് ഇങ്ങനെയാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് പഠനത്തിൽ നമുക്ക് പ്രയോറിറ്റൈസിങ്ങും കാറ്റഗറൈസിങ്ങും എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. മനസ്സിലായോ? കാറ്റഗറൈസിങ്ങും പ്രയോറിറ്റൈസിങ്ങും. എന്താണ് ഈ പ്രയോറിറ്റൈസിങ് ആൻഡ് കാറ്റഗറൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ, ഇപ്പൊ 10ൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി ഉണ്ടാവും. അതായത് നമുക്ക് സയൻസ് സബ്ജക്ട് എന്താ പറയാ അല്ലെ? പിന്നെ ഹിസ്റ്ററി, ജിയോഗ്രഫി ഉണ്ടാവും. പിന്നെ ആർട്സ് ഇത് ഉണ്ടാവും, എന്താ പറയുക, ലാംഗ്വേജ് ഉണ്ടാവും അല്ലെ? അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? കാറ്റഗറൈസ് ചെയ്യും. കാറ്റഗറൈസ് ചെയ്യുമ്പോൾ മാത്തമാറ്റിക്സ് ഒരു സബ്ജക്ട്, സയൻസ് ഒരു സബ്ജക്ട്, പിന്നെ ലാംഗ്വേജ് ഒരു സബ്ജക്ട് അല്ലെ? പിന്നെ എന്താണ്? പിന്നെ സോഷ്യൽ സ്റ്റഡീസ് ഉണ്ട് അല്ലെ? സോഷ്യൽ സ്റ്റഡീസ് ഉണ്ട്. അപ്പൊ ലാംഗ്വേജിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഉണ്ടാവും, ഹിന്ദി ഉണ്ടാവും, മലയാളം ഉണ്ടാവും, ചിലർക്ക് അറബിക് ആവും. ശരിയല്ലേ? അറബിക് ആവും. അപ്പൊ ഇതിന് നിങ്ങൾ എന്ത് ചെയ്തു? കാറ്റഗറൈസ് ചെയ്തു. മാത്തമാറ്റിക്സ് സെപ്പറേറ്റ് ചെയ്തു. സയൻസിൽ ഇതിൽ ബയോളജി ഉണ്ടാവും, സുവോളജി ഉണ്ടാവും, ഫിസിക്സ് ഉണ്ടാവും, കെമിസ്ട്രി ഉണ്ടാവും അല്ലെ? സോഷ്യൽ സ്റ്റഡീസിൽ ജിയോഗ്രഫി, ഹിസ്റ്ററി, അതല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ്. ശരിയല്ലേ? അപ്പൊ നിങ്ങൾ ഇതിനെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തു. കാറ്റഗറൈസ് ചെയ്തതിന് ശേഷം പ്രയോറിറ്റൈസ് ചെയ്യണം. എന്താണ് പ്രയോറിറ്റൈസ് ചെയ്യുക? എങ്ങനെയാണ്? നിങ്ങളുടെ പഠനം ഏതായാലും നിങ്ങൾക്ക് എക്സാം ഇല്ല. ശരിയല്ലേ? ഇപ്പൊ 10ലെ കുട്ടികൾക്കാണെങ്കിൽ അവർക്കുള്ള ടെക്നിക്സ് ഞാൻ പറയാം. പക്ഷെ 9 നിങ്ങളുടെ പഠനം ഈ രീതിയിലായിരിക്കണം. കാറ്റഗറൈസ് ചെയ്തതിന് ശേഷം പ്രയോറിറ്റൈസ് ചെയ്യണം. ആരും പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം അന്നന്ന് എടുക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിക്കണം. ശരിയല്ലേ? അപ്പൊ അത് നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രയോറിറ്റൈസില് ലാംഗ്വേജിൽ നിങ്ങൾ ഏതിനാണ് ഇമ്പോർട്ടൻസ് ആദ്യം കൊടുക്കുന്നത്. എനിക്ക് ഇംഗ്ലീഷ് കുറച്ച് ബുദ്ധിമുട്ടാണ്, അപ്പൊ അതിന് ഞാൻ കുറച്ച് എക്സ്ട്രാ ടൈം കൊടുക്കണം. മലയാളം എനിക്ക് വലിയ പ്രശ്നമില്ല, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അപ്പൊ അതിന് വേണ്ട സമയം ഞാൻ കൊടുക്കണം. അറബിക് എനിക്ക് വലിയ പ്രശ്നമില്ല, എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അപ്പൊ മലയാളത്തിന്റെ അത്ര സമയം എനിക്ക്
അറബിക്കിന് വേണ്ട. അപ്പൊ ഇംഗ്ലീഷ് കൊടുത്തു, മലയാളം കൊടുത്തു, അറബിക്ക് കൊടുത്തു. ഇവിടെ സയൻസ് സബ്ജക്റ്റില് ഫിസിക്സ് കുറച്ച് ബുദ്ധിമുട്ടാണ്, അപ്പൊ ഫിസിക്സിന് ആദ്യം പ്രയോറിറ്റി കൊടുത്തു. കെമിസ്ട്രിക്ക് രണ്ടാമത്തെ പ്രയോറിറ്റി. പിന്നെ ബയോളജി ആൻഡ് സുവോളജി. ഓക്കെ, സുവോളജി കുറച്ച്, അപ്പൊ തേർഡ്. ബയോളജി ഫോർത്ത്. ബയോളജി എന്ന് പറയുന്നത് ബോട്ടണി. അതേപോലെ സോഷ്യൽ സ്റ്റഡീസ്. ഓക്കെ, ഹിസ്റ്ററി ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഓർത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡേറ്റ്സും കാര്യങ്ങളും ഒന്നും ഓർത്തിരിക്കാൻ സാധിക്കില്ല. അപ്പൊ അതിന് കുറച്ച് സമയം കൊടുക്കണം, അപ്പൊ അതിന് സമയം കൊടുത്തു. പിന്നെ ജോഗ്രഫി അതല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ്. ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പഠിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. ശരിയാണോ തെറ്റാണോ? അല്ലെ? എന്ന് പറഞ്ഞതുപോലെ പഠനത്തിലും അത് വേണം. ജീവിതം നിങ്ങൾ ആസ്വദിച്ചോ മക്കളെ? ആസ്വദിക്കേണ്ട എന്ന് പറയാൻ നമ്മൾ ആളല്ല. പക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾ അവർ നിങ്ങളോടുള്ള പേടി കൊണ്ടാണ് അത് പറയുന്നത്. ശരിയല്ലേ? നിങ്ങളുടെ വീട്ടില് സ്വന്തമായിട്ട് അക്വേറിയം ഉള്ളവർ എത്രയുണ്ട്? വീട്ടിൽ അക്വേറിയം അല്ലെങ്കിൽ ചെടികളൊക്കെ ഉണ്ടാവും, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടാവും, അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വരികയാണ്. വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്വേറിയത്തിൽ ഞാൻ കൈയിട്ട് ഇങ്ങനെ ഇളക്കിയാല് നല്ല രസമുള്ള പരിപാടിയാണ്. നിങ്ങൾ ചീത്ത പറയും അല്ലേ? നിങ്ങൾ എന്തെങ്കിലും പണി കാണിക്കുന്നല്ലേ? അതിൽ മത്സ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ചീത്ത പറയുന്നത്? എന്താണ്? അത് ചാവും അല്ലെങ്കിൽ അത് കേടുവരും എന്നുള്ളത് കൊണ്ടാണ്. ശരിയല്ലേ? എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ മാതാപിതാക്കളുടെ പൂന്തോട്ടത്തിലെ പുഷ്പങ്ങളാണ് നിങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കേട് സംഭവിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളെക്കാൾ കൂടുതൽ ബാധിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കളെയാണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ അവർ നിങ്ങളെ ചീത്ത പറയുന്നുണ്ട്, അവർ നിങ്ങളെ ഏത് കാര്യത്തിലും റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദോഷവും സംഭവിക്കരുത് എന്നുള്ള നല്ല ചിന്ത കൊണ്ട് മാത്രമാണ്. മനസ്സിലായോ? അപ്പൊ അവര് പറയാനുള്ളത് പറഞ്ഞോണ്ട് നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഇതിനെ പഠിക്കാനുള്ളതിനെ കാറ്റഗറൈസ് ചെയ്യുക, അതിനുശേഷം പ്രയോറിറ്റൈസ് ചെയ്യുക. ഏറ്റവും ഈ പ്രയോറിറ്റൈസ് ചെയ്തതിന് ശേഷം ഇപ്പൊ ഇവിടെ സയൻസില് ഫിസിക്സ് ആണെങ്കിൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പൊ ഫിസിക്സ് പഠിക്കാൻ ഞാൻ ഇല്ലല്ലോ. അപ്പൊ ഓൾറെഡി ഫിസിക്സ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്ത് ചെയ്യണം? ആ ഫിസിക്സിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങൾ ആദ്യം പഠിക്കണം. മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യത്തിൽ ഏറ്റവും എളുപ്പമുള്ളത് പഠിക്കുന്നത്? അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. ഈ കോൺഫിഡൻസ് കൂടുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. അതിന് 5 dimensional ലേണിംഗ് എന്ന് പറയും. അത് ഞാൻ പറഞ്ഞത്. വായിക്കാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട്? കൈ ഓടിക്കുക. ഒരൊറ്റയാള് കൈ ഓടിക്കുക. മോനെ നിന്നെ തന്നെയാണ്. ബാബ ധൈര്യം ബാബ. നല്ലൊരു കൈയുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണേ, കാരണം നിങ്ങൾക്ക് വേണ്ടിയാണ്. എല്ലാവരെയും നമുക്ക് വിളിച്ചിട്ട് ചെയ്യാൻ പറ്റും. എല്ലാവരുടെയും കയ്യിൽ വാച്ചുണ്ടോ? അല്ലേ? ഓക്കെ, എല്ലാവരുടെ കയ്യിലില്ലെങ്കിലും നിങ്ങളുടെ ബെഞ്ചിലല്ല, നിങ്ങളുടെ റോയിലോ ആരുടെങ്കിലും ഒരു ആളുടെ കയ്യിൽ വാച്ചില്ലേ? ഇവിടെ ഒന്ന് നോക്കിയാൽ മതി. റാൻഡം ചെക്കിംഗ് ഒരു കാര്യം നിങ്ങൾക്ക് തെളിയിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ പഠിക്കണം എന്നുള്ളതിന് തെളിയിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് വായിക്കാൻ പറ്റുമോ? വായിക്കാൻ फातिमा फिदा आया. फातिमा फिदा तो फातिमा फिदा ഉണ്ടോ ഇവിടെ? ഫാത്തിമ ഫിദ 11. ഓക്കെ, ഫാത്തിമ ഫിദയുടെ 10ാം ക്ലാസ്സിലെ പുസ്തകമാണിത്. വിവര വിനിമയ സാങ്കേതിക വിദ്യ, IT ആണ്. ഓക്കെ, അപ്പൊ IT വേണ്ട. ഓക്കെ, ഊർജ്ജതന്ത്രം എടുക്കുക. ഊർജ്ജതന്ത്രം ഏതാ? ഫിസിക്സ് ആണ്. ഒരു ചെറിയ പ്രാക്ടിക്കൽ ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതാ പ്രകാശത്തിന്റെ അപവർത്തനം.
കണ്ടോ നിങ്ങൾക്ക്? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് അല്ലേ? വെരി ഗുഡ്. ഓക്കെ, ഇതാണ് ചാപ്റ്റർ. ഇവിടെ ഇത്രയും പോർഷൻ, ഒരു പാരഗ്രാഫ് ഇവിടെ പേര് പറയാം. ഓക്കെ, സഫ്വാൻ ഈ ഒരു പാരഗ്രാഫ് ആദ്യം മനസ്സിൽ വായിക്കും. ഓക്കെ, കേട്ടോ? അപ്പൊ സഫ്വാന്റെ അടുത്ത് ഞാൻ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാച്ചിൽ നോക്കണം, സെക്കൻഡ് സൂചി നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, സമയത്ത് അത് കഴിഞ്ഞിട്ട് സഫ്വാൻ ഇതാ മീനിനെ അമ്പെയ്തിട്ട് അവിടുന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, അവസാനിക്കുന്നത് ഡയറിയിൽ ചിത്രീകരിക്കൂ. ഓക്കെ, ഇത്രയും വരെ സഫ്വാൻ മനസ്സിൽ വായിക്കും. വായിച്ചു കഴിഞ്ഞോടുമ്പോ സഫ്വാൻ എന്ത് ചെയ്യണം? കൈ പൊക്കണം. മനസ്സിലാണ് വായിക്കേണ്ടത്. അപ്പൊ സമയം എത്ര എടുത്തു എന്നുള്ളത് ഞാനും പറയും, നിങ്ങളും ആ സമയം ഒന്ന് നോക്കണം. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത്. കാരണം ഞാൻ നുണ പറയുകയാണെങ്കിലോ ശരിയല്ലേ? പറയുന്നത് ഇല്ല, അവിശ്വാസമാണ്. ഓക്കെ, താങ്ക് യു. പക്ഷെ നിങ്ങളൊന്ന് നോക്കണം. ഓക്കെ, നമ്മുടെ ടൈമിംഗ് ശരിയാണോ? അതിനുശേഷം സഫ്വാൻ ഇത് ഉറക്കെ വായിക്കും. ഈ സെയിം പാരഗ്രാഫ് ഉറക്കെ വായിക്കും. എത്ര സമയം എടുക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സഫ്വാൻ റെഡിയാണോ? ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല കൈ കൊടുത്ത് മനസ്സിൽ വായിക്കാൻ പോവാണ്. സഫ്വാൻ ഞാൻ പറയുമ്പോൾ തുടങ്ങിയാൽ മതി കേട്ടോ. ഞാൻ പറയുമ്പോൾ ഞാൻ ഓക്കെ എന്ന് പറയുമ്പോൾ നിങ്ങൾ വായിച്ചു നിന്ന് നോക്കണേ. ഓക്കെ, ഓക്കെ, കഴിഞ്ഞു. 15 സെക്കൻഡ് കേൾക്കുക. നോക്കിയോ? 15 അല്ലേ? ബാക്കി മക്കളോട് നോക്കിയിരുന്നു. 15 സെക്കൻഡ് അവിടെ നോക്കിയോ? മോള് നോക്കിയിരുന്നോ? എത്ര പേര് നോക്കി? 15 സെക്കൻഡാണ് എടുത്തത്. ഇവിടെ കുറച്ചിട്ട്. ഓക്കെ, ഇനി ഇതേ പാരഗ്രാഫ് സഫ്വാൻ ഉറക്കെ വായിക്കാൻ പോവാണ്. ഉറക്കെ വായിച്ചൂടെ? മൈക്ക് പിടിച്ചു തരാം. ഓക്കെ, മോൾ ഇതിൽ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ സമയം പറയാം, അപ്പൊ മോൾ വായിച്ചാൽ മതി. ഓക്കെ, മീനെ അമ്പെയ്തിട്ട് തവളയാണല്ലോ കിട്ടിയത്. വെള്ളത്തിനടിയിൽ കിടക്കുന്ന വസ്തുക്കളുടെ യഥാർത്ഥ സ്ഥാനങ്ങളിലാണ് നാം കാണുന്നത്. ഒരു വസ്തുവിൽ തട്ടിയ പ്രകാശം പ്രതിഫലിച്ച് കണ്ണിൽ പതിക്കുമ്പോഴാണല്ലോ വസ്തുക്കളെ നാം കാണുന്നത്. ഒരു ജലാശയത്തിന്റെ അടുത്തത്തിൽ നിന്ന് പ്രതിഫലിച്ച് വിടുന്ന പ്രകാശരശ്മിയുടെ പാതയിൽ മീൻ മാത്രം സംഭവിക്കുന്നു. ഒരു പ്രവർത്തനം ചെയ്തു നോക്കാം. ചിത്രത്തിലേതുപോലെ ഒരു സുതാര്യമായ പാത്രത്തിൽ 3/4 ഭാഗം ജലം കൊടുക്കുക. 1/2 തുള്ളി പാൽ ചേർക്കുക. ബീക്കറിനെ ജലത്തിന് മുകളിലുള്ള ഭാഗത്ത് പുക നൽകുക. കാണിച്ചിരിക്കുന്ന രീതിയിൽ ഓറഞ്ച് ഗ്ലാസിൽ കൊണ്ട് മറച്ചൊരു ലേസർ ഡോട്ടിൽ നിന്നും ഉള്ള പ്രകാശത്തിന്റെ ജലത്തിലേക്ക് കടത്തിവിടുക. പ്രകാശത്തിന്റെ കാലം നിരീക്ഷിക്കുക. എന്ത് പ്രത്യേകത നിരീക്ഷിക്കുന്നു? സയൻസ് അറിയിച്ച് ചിത്രീകരിക്കും. 40 സെക്കൻഡ് എടുത്തു. ശരിയല്ലേ? മനസ്സിൽ വായിക്കാൻ ഒരു നല്ല കൈയടി കൊടുത്ത് എടുക്കാം. ഓക്കെ മക്കളെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പഠനത്തിലും നിങ്ങളുടെ ജീവിതത്തിലും വൻ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് ഗ്യാരണ്ടി തരാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് ഇവിടെ പറഞ്ഞത്. പക്ഷെ ചെയ്യണം, നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ചെയ്താൽ അതിന് റിസൾട്ട് കിട്ടും. ഞാൻ ചെയ്തത് കൊണ്ട് കാര്യമില്ല. നിങ്ങൾക്കിത് 2 രീതിയിൽ സ്വീകരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾക്ക് ഇതിനെ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഒരു ട്രെയിനിങ് ക്ലാസ് ഓക്കെ. പക്ഷെ നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ കയ്യിലാണ്. വായിച്ചപ്പോൾ സഫ്വാൻ ആ പാരഗ്രാഫിന് എടുത്ത സമയം 15 സെക്കൻഡ് ആണ്. ശരിയാണോ? ഉറക്കെ വായിച്ചപ്പോൾ എത്ര എടുത്തു? 40 സെക്കൻഡ് എടുത്തു. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ബ്രെയിനിന്റെ വയറിംഗ് എന്ന് പറയുന്ന സംഭവം. നിങ്ങളുടെ ചില ലെഫ്റ്റ് ലോബ് റൈറ്റ് ലോബ് എന്ന് പറയുന്ന സംഭവം ഇല്ലേ അല്ലേ? അപ്പർ കോർട്ടെക്സ്, മിഡിൽ കോർട്ടെക്സ്, ബാക്ക് കോർട്ടെക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബ്രെയിനിനെ കുറിച്ചിട്ട്